ഹലോ അസ്സാം വലൈക്കും. നമ്മളെ ചാനലൊക്കെ പോയി കുട്ടികളെ. അപ്പം ഇനി പുതിയ ചാനലാണ്. അപ്പം ഇന്ന് നമ്മൾ സാമ്പാർ ഉണ്ടാക്കണതൊന്നും കേട്ടോ. ഇന്ന് സാമ്പാർ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പരിപ്പില്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. മുരിങ്ങാക്കായും കറുവത്തിയും തക്കാളിയും കിഴങ്ങും വാഴയ്ക്ക ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പരിപ്പ് എല്ലാവർക്കും പറ്റണില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു സാമ്പാറാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പരിപ്പില്ലാത്ത കാരണം മുരിങ്ങക്കായ് ഇന്നലെ വന്നപ്പം കൊണ്ടുവന്നീന്. അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ എല്ലാ ചേരുവകൾ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അല്ല പരിപ്പും ഗ്യാസ് അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളെല്ലാം എല്ലാവർക്കും പറ്റൂലല്ലോ. അപ്പം ഞാൻ അതുണ്ടാക്കുന്നത് കാണിച്ചു തരാം. ആദ്യം കുറച്ച് മുളകും പൊടി എല്ലാം കേക്ക് കുക്കറിലിട്ടു. മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ഇട്ടുകൊടുത്ത്, മല്ലിപ്പൊടി 2 സ്പൂണും മറ്റതൊക്കെ 1 സ്പൂണും ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. മുളകും പൊടി പാകത്തിന് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മളത് കുക്കറിലിട്ടിട്ട്, കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അടുപ്പത്ത് വെക്കുന്നത് വിസിലടിച്ചിട്ടും ഞാൻ ഇടാൻ മറന്നു പോയി. അപ്പം അത് ഞാൻ അടുത്തിലിടാം. അപ്പം ഇനി അത് പിന്നെ കുക്കർ തിളക്കണ വീഡിയോ ആണ്, തേങ്ങ അരച്ച് പാർന്നത് തിളക്കണ വീഡിയോ ആണ് കേട്ടോ കണ്ടത്. അപ്പം ഞാൻ നാളികേരം വറുത്തിട്ടൊന്നുമില്ല, വറുക്കാതെയാണ് അരച്ച് പാർന്നത്. അപ്പോൾ തിളച്ച് കുക്കറിൽ വെച്ചതായതുകൊണ്ട് മുരിങ്ങക്കായൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു വിസിലടിക്കേണ്ട ആവശ്യമില്ല, ഒരു വിസിലടിച്ചിട്ടുണ്ടായാലും നല്ലോണം വെന്ത്. പരിപ്പുണ്ടെങ്കിൽ അങ്ങനെ മതിയായിരുന്നു. നല്ലോണം വെന്തിട്ടുണ്ട്. ഉടഞ്ഞ് നല്ല സാമ്പാറായിട്ടുണ്ട് കേട്ടോ. ഇനി സാമ്പാർ പൊടി ഇട്ട് കുറച്ച് പുളിയില്ലേ, അത് കഴുകിയിട്ട് ഇതാക്കി പാരുകയാണ് കേട്ടോ. അയ്യോ, അപ്പം ഇനി എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് നാളെ അരച്ച് പാരുന്നത് കണ്ടോ. കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത് ഒരു ഇതായിട്ടുണ്ട്. വിസിലടിച്ച കാരണം ഒരു വിസിലിൻ്റെ ആവശ്യമില്ല ശരിക്കും. നല്ല ഇത് പച്ചക്കറികളൊക്കെ നല്ല വേവണമെങ്കിൽ ഒരു വിസിലായിക്കോട്ടെ, അല്ലാത്തവർക്ക് കുറച്ച് മതി കേട്ടോ. മുരിങ്ങക്കായ്ക്ക് നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്